അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെയും കൂടുതൽ പള്ളിയിൽ വന്ന് കുർബാന കൂടാനും പിന്നെ ഇവിടെയുള്ള സഹായ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാനും മാത്രമല്ല, സഹായിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. കാരണം സഹായ മനസ്ഥിതിയാണ് ഈ ലോകത്തെ നിലനിർത്തുന്ന ഒരേ ഒരു അച്ചുതണ്ട്. ഈ സഹായ മനസ്ഥിതി ലോകത്തുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അന്ന് പറഞ്ഞു, നമ്മുടെ പാവപ്പെട്ടവരെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. എത്ര വലിയ കോടീശ്വരനും ഏത് മെഴ്സിഡൻസ് ബെൻസ് കാറിൽ വന്നാലും അവൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവനും അവന് തുല്യം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ. അവൻ്റെ പാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദൈവം ആ മനുഷ്യനെ അവൻ്റെ മുമ്പിലേക്ക് വിടുന്നത്. ഇതവൻ അറിയുന്നില്ല. അവൻ ഗ്ലാസ് കയറ്റുന്നു, അല്ലെങ്കിൽ മൊബൈലെടുത്ത് ചെവിയോട് ചേർക്കുന്നു, അല്ലെങ്കിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നു. അവന് വരുന്ന രക്ഷയെ തട്ടിക്കളയാണ് ചെയ്യുന്നത്. ആ പാവപ്പെട്ട വ്യക്തി പാവപ്പെട്ടവനല്ല, ആ ഒരു റോള് കൊടുത്ത് വേഷം കൊടുത്ത് ദൈവം അയക്കുന്നതാണ്. ഈ സത്യാവസ്ഥ ലോകത്തിലുള്ള പണക്കാരും മറ്റുള്ളവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും പാവങ്ങളായിട്ട് ആർക്കും വിഷമിക്കേണ്ടി വരില്ല. മൊത്തത്തിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നൊരു സംവിധാനം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിലും ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അവിടെ ആരും പൈസ ഒന്നും കൊടുക്കണ്ട, സൗജന്യമാണ് എല്ലാം ദൈവദാനമാണ്. അങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിലുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളേ ഇല്ല. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വയറ് വിശക്കുമ്പോഴാണ്. അത് കാരണം ഓരോരുത്തരുണ്ടാക്കുന്ന ഓരോ പുലിവാലുകളും പ്രശ്നങ്ങളും ആ ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്നതും പിറ്റേന്ന് ദാരുണ വാർത്തകളായിട്ട് പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നതൊക്കെ. ഇതൊക്കെ ഈ വരച്ചാൻ വയറിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പത്രങ്ങളിൽ പറയും എന്താണ് ലക്ഷ്യം. ജീവിതത്തിന് സത്യം പറഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. വിവിധങ്ങളായ ലക്ഷ്യങ്ങളൊന്നുമില്ല. മോൾക്ക് ആരാവണം എന്നുള്ള ചോദ്യത്തിന് വിവിധങ്ങളായ പദ്ധതികളെ, വിവിധങ്ങളായ പദവികളെ സാധാന്യത ഈ ലോകത്തിൻ്റെ അധിപൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വഴിക്കൊക്കെ അവർ ഓടിച്ചാടി നടന്ന് അതിനുവേണ്ടി പ്രയാസപ്പെട്ട് പണം ചെലവാക്കി ലോണെടുത്ത് സാമ്പത്തിക പരാധീനങ്ങൾ ചിലർ മരണപ്പെട്ടു പോകുന്ന കണ്ടില്ലേ. വ്യർത്ഥമായ ഇതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നതിൻ്റെ പരിണിതിയാണത്. യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യമേ ദൈവത്തിനുള്ളൂ. മനുഷ്യൻ്റെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനൊരു ലക്ഷ്യം ദൈവം വെച്ചിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ലോകത്തുള്ള സകല മനുഷ്യർക്കുള്ളത്. എനിക്ക് വേറൊരാളാവണമെന്നൊരു ലക്ഷ്യം മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ് ദൈവത്തിൻ്റെ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ അലക്ഷ്യം എന്ന പദത്തിൽ തന്നെ, ആ വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് 2 ബാഗ് ഉണ്ടായിരുന്നു, അതിലും വരണല്ലോ. 2 ബാഗും നല്ല മഴക്കാലത്ത് നല്ല കാറ്റ് വന്ന സമയത്ത് പോലും കാറ്റിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം 2 ബാഗും ഫുള്ളാണ്. ഞാനങ്ങനെ ഉറച്ചു നിന്നു റോഡിൽ. കാറ്റടിച്ചപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. മനസ്സിലായോ? കാറ്റ് സാധാരണ ആൾക്കാരെ കൊണ്ടുപോകണതാണല്ലോ. എനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നിന്നു. കാരണം ഈ 2 ബാഗുണ്ടായിരുന്നു. ഈ 2 ബാഗിൻ്റെയും വെയിറ്റ് ഇങ്ങനെ നടക്കണ്ടല്ലോ. ദൈവം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചപ്പോൾ അന്ന് രാത്രിയിൽ എന്താ ഉണ്ടായത്, പതുക്കെ വരുന്നൊരു കൈ. ഞാൻ കണ്ണടച്ച് കിടന്നു. ഒരു ബാഗ് എടുത്തിട്ട് പോയി ഒരാൾ. ഞാൻ ആൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, തമ്പുരാനെ എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നേന്ന് ആ വ്യക്തിക്ക് ദീർഘായുസ് കൊടുക്കണേ, അതിൻ്റെ കഷ്ടതകളൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി, എനിക്കിവിടെ സംസാരിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞ ബുധനാഴ്ച. മനസ്സിലായി? അപ്പോൾ നമ്മളൊരാൾക്ക് അവരെ സമർപ്പിച്ച് അവരെ ദ്രോഹിക്കാതെ ശപിക്കാതെ നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രീതനാവുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ച ഒരു കൊച്ചു പാട്ട്, അതായത് മനുഷ്യൻ എങ്ങനെ ഏതിൽ നിന്നും വന്നു, അവൻ എന്താണ് സംഭവിച്ചത്, അവൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താണ്, യഥാർത്ഥത്തിൽ മനുഷ്യൻ വന്നത് എങ്ങനെയായിരുന്നു, ആരായിരുന്നു അവനെ ഈ ഭൂമിയിലേക്ക്, ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നത്. ശബ്ദമൊന്നും ക്ലിയർ ആയിരിക്കില്ല. അത് പഴയ പാട്ടിൻ്റെ ഒരു ഈണത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മനുഷ്യരെ വഞ്ചിച്ചോര നാഗരൂപി, അവരെ ഊഷരഭൂവി വലിച്ചെറിഞ്ഞു,
കാട്ടിലും പിന്നെ മേട്ടിലും അവർ ജീവിതം പുലർത്തിയിടാൻ അധ്വാനിച്ചു. ഒപ്പം സങ്കടത്തോടെ തൻ കാലം ഓർമ്മിച്ചു. മനുഷ്യരെ വഞ്ചിച്ചോരാ നാഗരൂപി അവരെ ഊഷരഭൂവിൽ വലിച്ചെറിഞ്ഞു. കാട്ടിലും പിന്നെ മേട്ടിലും അവർ ജീവിതം പുലർത്തിയിടാൻ അധ്വാനിച്ചു. ഒപ്പം സങ്കടത്തോടെ തൻ കാലം ഓർമ്മിച്ചു. അകലെയായി സന്തതികൾ അവരിലൂടെ എങ്ങും വ്യാപിച്ചു. അകലെയായി സന്തതികൾ അവരിലൂടെ എങ്ങും വ്യാപിച്ചു. കൽപ്പന ചട്ടങ്ങൾ കേട്ടതേ ഇല്ലാത്ത മാനവകുലമന്നു പാപം ചെയ്തു. അവരറിയാതെ പാപച്ചേറി ആഴുകയായി. മനുഷ്യരെ വഞ്ചിച്ചൊരാ നാഗരൂപി അവരെ ഉഷരഭൂവിൽ വലിച്ചെറിഞ്ഞു. കാട്ടിലും പിന്നെ മേട്ടിലും അവർ ജീവിതം പുലർത്തിയിടാൻ അധ്വാനിച്ചു. ഒപ്പം സങ്കടത്തോടെ തൻ കാലം